ഈ വർഷം മുതൽ USS പരീക്ഷയുടെ ഘടന മാറി, പേര് മാറി, അതിൻ്റെ സ്കോറിംഗ് സിസ്റ്റവും മാറി. ആ മാറ്റങ്ങൾ എന്താണെന്നും അതോടൊപ്പം തന്നെ SCERT ഇപ്പോൾ ഇതിൻ്റെ കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറച്ച് മാതൃകാ ചോദ്യങ്ങളുണ്ട്. അതിൽ ഗണിത ചോദ്യങ്ങളും സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്താനുള്ള വഴികളും ഒന്ന് പരിചയപ്പെടാം. നോക്കാം. പേരിതാണ് CM കിഡ്സ് സ്കോളർഷിപ്പ് UP എക്സാം. ശരിക്കും പഴയ പേര് USS എക്സാം. അതാണ് ഇപ്പോൾ ഇങ്ങനെയായി മാറിയത്. പരീക്ഷ വരുന്നത് 26/2/2026, അതായത് അടുത്ത ഫെബ്രുവരി 26-നാണ് പരീക്ഷ. 2 പേപ്പറാണ്, പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1ന്റെ സമയം രാവിലെ 10 മണി മുതൽ 12 മണി വരെ, ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ. രണ്ടും കൂടി ആകെ 4 മണിക്കൂർ, 2 മണിക്കൂർ വീതം, ആകെ 4 മണിക്കൂർ സമയമാണ്. ആ ഓരോ പേപ്പറിന്റെയും 2 മണിക്കൂറിൽ 15 മിനിറ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയാണ്, ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നത് 1 മണിക്കൂറും 45 മിനിറ്റ് മാത്രമാണ് പരീക്ഷ. പേപ്പർ 1 50 ചോദ്യങ്ങൾ, 50 സ്കോറാണ്. ഓർമ്മിക്കുക, 1 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് 50 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടുപിടിച്ച് എഴുതണം. അതിൽ തന്നെ 20 ഗണിത ചോദ്യങ്ങളാണ് പാർട്ട് C ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓരോ സ്കോറാണ്, 20 ചോദ്യങ്ങൾ, 20 സ്കോർ. അതിൽ ഗണിതം 14 ചോദ്യങ്ങൾ, മാനസിക ശേഷി അടക്കുന്ന 6 ചോദ്യങ്ങൾ, ആകെ 2 കൂടി 20 സ്കോർ. ഇതാണ് ഇതിന്റെ പേരിലെ മാറ്റം, അതിന്റെ ഘടനയിലെ മാറ്റം, ആ സ്കോറിംഗ് സിസ്റ്റത്തിലെ മാറ്റം. ഇനി നമുക്ക് SCERT പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഗണിത ചോദ്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങൾ എങ്ങനെയാണ് സിമ്പിളായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് പരീക്ഷ, ഗണിത പരീക്ഷ സംബന്ധിച്ച് ഒരുപാട് സമയമെടുക്കും. പക്ഷെ സമയമെടുക്കാതെ എങ്ങനെ വേഗത്തിൽ അതിന്റെ ഉത്തരം കണ്ടെത്താം എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരം കാണാനുള്ള വഴികൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, 2/3 ഗുണിക്കണം 3/4 കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവനകൾ ഇപ്പം 4 കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന 1/3 കൂടുതലാണ്. രണ്ടാമത്തത് 1 കൂടുതലാണ്. മൂന്നാമത്തത് 2/3 കുറവാണ്. നാലാമത്തത് 1/2 കുറവാണ്. ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നറിയണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? 2/3 ഗുണിക്കണം 3/4 കണ്ടുപിടിക്കണം. ഇത് എളുപ്പത്തിലാണ്. ഇവിടെ അംശം 3 ഛേദം 3 വെട്ടി, ബാക്കി എന്തുണ്ട്? 2/4. ഈ 2/4 ഇനി നമുക്ക് ഒന്ന് ചെറുതാക്കാം, അല്ലേ? 2-നെ 2 ഹരിച്ച 1, 4 ഹരിച്ച 2. അപ്പൊ ഇതാണ് 2/3 ഗുണിക്കണം 3/4ന്റെ യഥാർത്ഥ വില, 1/2. എന്ന് നോക്കാം. 1/3 കൂടുതലാണ്. ശരിയോ തെറ്റോ? 1/3 ആണോ 1/2 ആണോ വലുത്? 1/2 ആണ് വലുത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഛേദം വലുതാകും തോറും അതിന്റെ വില കുറഞ്ഞു വരും. അപ്പൊ ഇവിടെ ഏതാണ് ഛേദം കുറവുള്ളത്? 2 ആണ്, അല്ലേ? അപ്പൊ ഇത് വലുതാണ്. 1/3 കൂടുതലാണ് 1/2. അപ്പം 1/3 കൂടുതലാണ് എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരി. അടുത്തത് 1 കൂടുതലാണ് 1/2 ശരിയാണോ? അത് അല്ല, അല്ലെ? ഇത് അരയല്ലേ, 1ന്റെ പകുതിയാണ്. അപ്പൊ അത് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. 2/3 കുറവാണ്. 1/2 2/3 കുറവാണ്. ഇത് കണ്ടുപിടിക്കാൻ എന്താ വഴി? ഇവ തമ്മിലൊന്ന് ഗുണിച്ചു നോക്കുക. ഇത് എത്ര കിട്ടും? 3. ഇത് തമ്മിൽ ഗുണിച്ചു നോക്കുക, എത്ര വരും? 4. ഇതിലേതാ വലുത്? 4 ആണ് വലുത്. അതായത് 2/3 ഇതിനേക്കാൾ വലുതാണ്. ക്ലിയർ? മനസ്സിലാകുന്നുണ്ടല്ലോ, അല്ലേ? 2/3 1/2 വലുതാണ്. അപ്പൊ 2/3 ആണ് വലുത്. 2/3 കുറവാണ്. 2/3 കുറവാണ്, ശരിയാണ്. ഇത് ചെറുതാണ്. അപ്പം എന്താണ്?
മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 1/2 കുറവാണ്. 1/2 കിട്ടിയിരിക്കുന്നത്. 1/2 1/2 കുറവല്ല, അത് സമമാണ്. അപ്പൊ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പൊ ഇതിലേതൊക്കെയാ ശരി? ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരി. ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരി. ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, അടുത്തത് 4 സ്ക്വയർ ഗുണിക്കണം 2 സ്ക്വയർ ഗുണിക്കണം 3 സ്ക്വയർ ഗുണിക്കണം 6 സ്ക്വയർ എന്ന സംഖ്യയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? 4 ഓപ്ഷനാണ്. എ 81 ഘടകങ്ങളുണ്ട്. ബി 1ന്റെ സ്ഥാനത്ത് 8 ആണ്. സി 45 ഘടകങ്ങളുണ്ട്. ഡി 3 അഭാജ്യ ഘടകങ്ങൾ ഉണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ വഴി എന്താണെന്ന് വെച്ചാല് ഇതിനെയെല്ലാം അഭാജ്യ സംഖ്യാ രൂപത്തിലാക്കണം ഘടകങ്ങൾ. അപ്പം ഇവിടെ തന്നിരിക്കുന്നുണ്ടാ 4 സ്ക്വയർ ഗുണിക്കണം 2 സ്ക്വയർ ഗുണിക്കണം 3 സ്ക്വയർ ഗുണിക്കണം 6 സ്ക്വയർ. ഓക്കെ, 2 അഭാജ്യ സംഖ്യയാണ്, 3 അഭാജ്യ സംഖ്യയാണ്. പക്ഷെ 4 അഭാജ്യ സംഖ്യയല്ല, 6 അഭാജ്യ സംഖ്യയല്ല. അപ്പൊ അതിനെന്താക്കി മാറ്റണം എന്നറിയോ? ഇതിനെ അഭാജ്യ സംഖ്യകളാക്കി മാറ്റണം. എന്നാലേ നമുക്ക് ഘടകങ്ങളുടെ എണ്ണമൊക്കെ മനസ്സിലാവുള്ളൂ. അതെങ്ങനെയാന്ന് ലാസ്റ്റ് പറയാം. 4 സ്ക്വയറിന് അഭാജ്യ സംഖ്യ ഘടക രൂപത്തിലാക്കുമ്പോൾ എന്ത് വരും? 4 എന്ന് പറയുന്നത് 2 ഗുണിക്കണം 2 അല്ലേ? അപ്പൊ ഇതിനെ മാറ്റി നമുക്ക് 2 സ്ക്വയർ ഗുണിക്കണം 2 സ്ക്വയർ ഗുണിക്കണം 2 സ്ക്വയർ ഗുണിക്കണം 3 സ്ക്വയർ ഗുണിക്കണം 6 സ്ക്വയറിനെയോ? 6 എന്ന് പറയുന്നത് 2 ഗുണിക്കണം 3 ആണ്. അപ്പൊ നമുക്ക് 2 സ്ക്വയർ ഗുണിക്കണം 3 സ്ക്വയർ. 2 3 6, ഇതാണ് 6 സ്ക്വയർ. 2 ഗുണിക്കണം 3 6. 6 സ്ക്വയർ എന്നത് 2 സ്ക്വയർ ഗുണിക്കണം 3 സ്ക്വയർ. 4 സ്ക്വയർ എന്നത് 2 സ്ക്വയർ ഗുണിക്കണം 2 സ്ക്വയർ. അപ്പം 2 സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ ഇത് ഗുണിക്കാനുള്ള വഴി അറിയാലോ അല്ലേ? എന്താ? അതിലെ കൃത്യങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോ 2 റേസ് ടു 1 2 3 4 അല്ലേ? 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 ഗുണിക്കണം 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പൊ എന്ത് വന്നു? 2 റേസ് ടു 8 ഗുണിക്കണം 3 റേസ് ടു 4 വന്നു. അപ്പൊ ഇതിന് നമ്മൾ ഈ ചോദ്യത്തെ മാറ്റിയാണ് ഇപ്പം 2 റേസ് ടു 8 ഗുണിക്കണം 3 റേസ് ടു 4 എന്ന് കിട്ടുന്നത്. ഇനിയിപ്പോ ഇതിലെ ഘടകങ്ങളുടെ എണ്ണം ഇപ്പൊ 81 ഘടകങ്ങളുണ്ട് 45 ഘടകങ്ങൾ എന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതെങ്ങനെ മനസ്സിലാവും? എന്താ വഴി? സിമ്പിൾ ആണ്. ഇതിന്റെ കൂടെ 1 കൂട്ടുക, ഇതിന്റെ കൂടെ 1 കൂട്ടുക. ഇതിന്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര വരും? 9. ഇതിന്റെ കൂടെ 1 കൂട്ടിയാൽ 5. അതായത് 9 ഗുണിക്കണം 5 ആണ് ഇതിലുള്ള ആകെ ഘടകങ്ങളുടെ എണ്ണം. എത്രയാ? 45 ഘടകങ്ങളുണ്ട് എന്ന ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയതോടുകൂടി തന്നെ ബാക്കി 3 പ്രസക്തമല്ലാണ്ടായി. അല്ലെങ്കിൽ ഇപ്പൊ 3 അഭാജ്യ ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോ ഇല്ല, 2 അഭാജ്യ ഘടകങ്ങളേ ഉള്ളൂ. 2 3. 1ന്റെ സ്ഥാനത്ത് 8 ആണ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഗുണിച്ചു നോക്കണം അല്ലെ? ഗുണിച്ചു നോക്കിയിട്ട് കണ്ടുപിടിക്കണം. അത് തൽക്കാലം വിട്ടേക്കാം, നമുക്ക് അതിൽ ഉത്തരം കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ 2 ചോദ്യം അതിന്റെ ഉത്തരമായി. ഇനി ബാക്കിയുള്ള 4 ചോദ്യങ്ങൾ കൂടി പരിശോധിക്കാം. അടുത്ത ചോദ്യം, 5 സെന്റിമീറ്റർ ആഴമുള്ള വൃത്തത്തിനകത്ത് ഒരു സമചതുരം വരച്ച ചിത്രമാണ് ചുവടെ ഉള്ളത്. ചുവടെയല്ല, നേരെയുള്ളത്. ഇതാണ് വൃത്തം. അതിന്റെ ആരം 5 സെന്റിമീറ്റർ. അതിനകത്ത് ഒരു സമചതുരവും ഉണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട്, ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവനയും കാരണവും കൊടുത്തിരിക്കുന്നു. പ്രസ്താവന എന്താ? സമചതുരത്തിന്റെ പരപ്പളവ് 50 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഇതിന്റെ പരപ്പളവ് 50 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. കാരണം സമചതുരത്തിന്റെ ഒരു വശം 12.5 സെന്റിമീറ്റർ ആണ്. പ്രസ്താവനയുണ്ട്, കാരണമുണ്ട്. ഇനി 4 ഓപ്ഷനാണ്. അതില് ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം. പ്രസ്താവനയും കാരണവും ശരിയാണ്, പ്രസ്താവനയും കാരണവും തെറ്റാണ്, പ്രസ്താവന ശരി കാരണം തെറ്റാണ്, പ്രസ്താവന തെറ്റ് കാരണം ശരിയാണ്. ABCD ആയിട്ട് 4 ഓപ്ഷനാണ്. അതിൽ ഏതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിന് നമുക്ക് എന്ത് വേണം? ഇവിടെ 50 ചതുരശ്ര സെന്റിമീറ്റർ ആണെന്ന്
ഒരു പ്രസ്താവനയുണ്ട് ഇതിന്റെ പരപ്പളവ് സമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ എന്ത് വഴി? 2 വഴി ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, സമചതുരം പരപ്പളവ്. ഒന്നാമത്തെ വഴി എന്താ? അത് നിങ്ങൾക്ക് അറിയാം അല്ലേ? വശം ഗുണിക്കണം വശം. രണ്ടാമത്തെ വഴി എന്താണെന്നറിയോ? അര ഗുണിക്കണം വികർണം ഗുണിക്കണം വികർണം. ഓക്കെ, ക്ലിയർ? ഒന്നാമത്തത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, രണ്ടാമത്തത് ചിലർക്കറിയാം അല്ലെ? ചിലർക്കറിയില്ല. എന്താ ഈ വികരണം എന്ന് പറഞ്ഞാല്? സമചതുരത്തിന്റെ എതിർശീർഷങ്ങളെ യോജിപ്പിച്ച് വരക്കുന്നതാണ്. അപ്പൊ ഇത് ഇതിന്റെ വികരണമാണ്, ഇത് വികരണമാണ്. അര ഗുണിക്കണം ഈ വികരണം, ഇത് രണ്ടും തുല്യമാണ്. സമചതുരമാകുമ്പോൾ വികരണങ്ങളൊക്കെ തുല്യം തന്നെ. അര ഗുണിക്കണം വശം ഇവിടെ തന്നിട്ടില്ല, പക്ഷെ വികരണം തന്നിട്ടുണ്ട്. അതെങ്ങനെയാ? ഇതെത്രയാ? 5 സെന്റിമീറ്റർ വൃത്തത്തിന്റെ ആരം. അപ്പൊ ഇതെത്രയാ? ഇതും 5 സെന്റിമീറ്റർ. അപ്പം വികരണം എത്ര വന്നു? 10 ഗുണിക്കണം 10. 10നെ 2 കൊണ്ട് ഹരിച്ച 5, 5 ഗുണിക്കണം 10, 50 ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഇതിന്റെ പരപ്പളവ്. അപ്പൊ പ്രസ്താവന ശരിയാണ്. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? സമചതുരത്തിന്റെ ഒരു വശം 12.5 സെന്റിമീറ്റർ ആണ്. 12.5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ സമചതുരത്തിന്റെ പരപ്പളവ് എത്ര വരും? 12.5 ഗുണിക്കണം 12.5 വരും അല്ലേ? അത് 50 അല്ല. അപ്പൊ കാരണം തെറ്റാണ്, പ്രസ്താവന ശരിയാണ്. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ചില മട്ടത്രികോണങ്ങളുടെ 2 വശങ്ങളുടെ അളവുകൾ എ കോളത്തിലും മൂന്നാമത്തെ വശത്തിന്റെ അളവ് ബി കോളത്തിലും കൊടുത്തിരിക്കുന്നു. ചില മട്ടത്രികോണങ്ങളുടെ 2 വശങ്ങളുടെ അളവുകളാണ് ഇത്. എ 1, 2, 3, 4. ഒന്നാമത്തിൽ കൊടുത്തിരിക്കുന്നത് 3, 4, രണ്ടാമത്തേല് 12.5, 3, 10, 6, നാലാമത്തേല് 24, 25. ബി കോളത്തിലെ എ 7, ബി 5, സി 13, ഡി 8. ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. എ ഒന്നാമത്തത് 3, 4, രണ്ടാമത്തത് 12, 5, മൂന്നാമത്തത് 10, 6, നാലാമത്തത് 24, 25. അതിൽ ബി കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? 7, എ 7, ബി 5, സി 13, ഡി 8. എന്താ മട്ടത്രികോണങ്ങളുടെ വശങ്ങളുടെ പ്രത്യേകത എന്താ? സിദ്ധാന്തം പഠിച്ചിട്ടില്ലേ? എന്താ? പൈത്തഗോറസ് സിദ്ധാന്തം അല്ലേ? അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ആ സിദ്ധാന്തമാണ്. അപ്പം ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ ഓരോന്നിന്റെയും വർഗം കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്ഷൻ എ, അതിൽ ഒന്നാമത്തത് 3ന്റെയും 4ന്റെയും വർഗം. 3ന്റേത് 9, 4ന്റേത് 16. രണ്ടാമത്തത് 12ന്റെ വർഗം 144, ഇതിൻ്റെത് 25. മൂന്നാമത്തത് 10ന്റെ വർഗം 100, 6ന്റേത് 36. നാലാമത്തത് 24ന്റേത് 576, 25ന്റേത് 625. ഒരു 25 സംഖ്യകളുടെ എങ്കിലും വർഗം ബൈഹാർട്ട് പഠിച്ചു വെക്കുക. എന്നാൽ എളുപ്പത്തിൽ ഇവിടെ മാത്രമല്ല മറ്റു പല കണക്കിലും വളരെ എളുപ്പമായിരിക്കും. അത് മറന്നു പോകരുത്. ഇനി എ 7ന്റെ വർഗം 49, ബിയുടെ വർഗം ബി 5, അതിന്റെ വർഗം 25, സി 13, അതിന്റെ വർഗം 169, ഡി അതിന്റെ വർഗം 64. ഇനി നോക്കാം. 9ഉം 16ഉം കൂടെ കൂട്ടിയാൽ 25 കിട്ടും അല്ലേ? അതായത്
ഒന്നും ബിയും തമ്മിലാണ് മാച്ച്. ഇനി 144ഉം 25 കൂടെ കൂട്ടിയാൽ 169 കിട്ടും. അതായത് രണ്ടും സിയും തമ്മിലാണ് മാച്ച്. ഓക്കെ. ഇനി 100ഉം 36ഉം കൂടെ കൂട്ടിയാൽ 136 ഇതിലില്ല. 100ൽ നിന്ന് 36 കുറച്ച് 64 കിട്ടും. അപ്പം 3ഉം ഡിയും തമ്മിലാണ് മാച്ച്. 3ഉം ഡിയും. ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, 4ഉം എയും തമ്മിലാണ് മാച്ച്. അതായത് 576ഉം 49ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 625. 4ഉം എയും. 1 ബി 2 സി 3 ഡി 4 എ. അതിൽ ഏതാ വരുന്നത്? 1 ബി 2 സി 3 ഡി 4 എ. എ ഓപ്ഷൻ എ തന്നെയാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. 2/3 മീറ്റർ നീളമുള്ള എത്ര കഷ്ണം റിബണുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ 1/3 മീറ്റർ ആകും? അതിന് എന്താ വഴി? 1/3നെ 2/3 കൊണ്ട് ഹരിക്കും. അത് തന്നെ വഴി. എന്നാൽ മാത്രമേ ആ എണ്ണം കിട്ടുള്ളൂ. എണ്ണം കിട്ടാൻ അതാ വഴി. വലിയൊരു കഷ്ണത്തെ നമ്മൾ പീസാക്കുമ്പോൾ അതിൻ്റെ എണ്ണം കിട്ടണമെങ്കിൽ ആ വലിയ കഷ്ണത്തെ അല്ലെ വലിയ ഭാഗത്തെ ചെറിയ കഷ്ണം കൊണ്ട് ഹരിക്കുക. ഇത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലെ, മിശ്ര ഭിന്നാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു സാധാരണ ഭിന്നാക്കി മാറ്റണം. അതിനെന്താ വഴി? 3 ഗുണിക്കണം 3 9 + 1 10/3 ഹരിക്കണം 2/3. ഭിന്നസംഖ്യ ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ എന്താ വേണ്ടത്? അതിന്റെ ഗുണന വിപരീതം അല്ലേ, അതുകൊണ്ട് ഗുണിക്കുക. അപ്പോൾ 10/3 ഗുണിക്കണം 3/2. ഇത് പോയി ഇത് പോയി. 10/2 5. ഓപ്ഷൻ എ ആണ് അതിന്റെ ഉത്തരം, 5. ചില സംഖ്യകളെ താഴെ കൊടുത്ത പ്രകാരം കോഡ് ചെയ്തിരിക്കുന്നു. 1234 20, 3456 36, 4567 44. ഇങ്ങനെ 3 സംഖ്യകൾ അവിടെ കോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ 5678നെ കോഡ് ചെയ്താൽ താഴെ കൊടുത്തവയിൽ ഏതാണ് ശരി? അപ്പൊ ആ ശരി കണ്ടുപിടിക്കണമെങ്കിൽ ഈ കോഡിന് ഉപയോഗിച്ച തന്ത്രം നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ഈ അക്കങ്ങൾ ഒന്ന് കൂട്ടി വെക്കും അല്ലെ. 1 2 3 3 3 6 6 4 10. 10 കിട്ടുന്നത് അതിന്റെ ഇരട്ടിയാണ് ഇവിടെ കാണിക്കുന്നത്. അടക്കട്ടെ. ഇതൊക്കെ ഒന്ന് കൂട്ടി വെക്കാം. 3 4 7 5 12 6 18. 18ന്റെ ഇരട്ടി 36. അപ്പൊ ഇവിടെ ഇരട്ടി വന്നിട്ടുണ്ട്, ഇവിടെ ഇരട്ടി വന്നിട്ടുണ്ട്, ഇവിടെ ഇരട്ടി വന്നിട്ടുണ്ട്. അതായത് അക്കങ്ങളുടെ തുകയുടെ ഇരട്ടിയാണ് ഇവിടെ, അക്കങ്ങളുടെ തുകയുടെ ഇരട്ടിയാണ് ഇവിടെ. ഇനി ഇവിടെ നമുക്ക് നോക്കാം. 4 5 9 6 5 7 22. അതിന്റെ ഇരട്ടി 44. അപ്പം ഇത് മൊത്തം വന്നിരിക്കുന്നത് സംഖ്യകളുടെ അക്കങ്ങളുടെ തുക, അതിന്റെ ഇരട്ടി. ഇത് നമ്മുടെ മാനസിക അപഗ്രഥന ശേഷിയാണ് കേട്ടോ, വെറും കണക്ക് മാത്രമല്ല. ഇതേ രീതിയിൽ 5678 എങ്ങനെ കാണുക? അക്കങ്ങൾ കൂട്ടി വെക്കുക. 5 6 5 7 18 8 26 അല്ലേ. 26ന്റെ ഇരട്ടി എത്രയാ? 52. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ.